കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ, ജാതീയനായ കൊർന്നേല്യോസിന്റെ ഭവനത്തില് ദൈവം ദർശനത്തിൽ കൊർന്നേല്യോസിന് ഇടപെടുകയാണ്. താനൊരു സ്വപ്നം കാണുകയാണ്. ഒരു ദൈവദൂതൻ വന്നിട്ട് പറയുകയാണ്, താൻ തന്റെ ധർമ്മവും പ്രാർത്ഥനയും സ്വർഗത്തിൽ ചെന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. എന്നിട്ട് പറഞ്ഞു, പത്രോസ് എന്ന ശീമോൻ പത്രോസിനെ വിളിച്ച് നീ സുവിശേഷം കേൾക്കണം. അവിടെ അന്ന് വെൺമാടത്തിൽ പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ ഒരു തൂപ്പെട്ടി പോലെ കാണുകയാണ്. അതിനകത്തൂടെ സകലവിധ ഇഴജാതികളും നാൽക്കാലികളും എല്ലാം ഉണ്ട്. അപ്പൊ പത്രോസിനോട് പറയുന്നു, നീ അറുത്ത് തിന്നാൻ പറയുന്നു. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ യഹൂദരാണ്, ഇങ്ങനെ അനുവദനീയമല്ല, ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്നുണ്ടല്ലേ. യഹൂദന് വേണ്ടി ഈ ഭൂമിയിൽ വന്ന യേശു, ദൈവത്തെ സ്തുതിച്ചേ. അപ്പൊ യേശു കനാന്യ സ്ത്രീയോട് പറയുന്നൊരു ഭാഗമുണ്ട്. ഇങ്ങോട്ട് നോക്കിയ, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല, ഇസ്രായേൽ ഗ്രഹത്തില് കാണാതെ പോയ ആടുകളെ തേടിയാ ഞാൻ വന്നത്. പക്ഷെ അവിടെ വിശ്വാസം, അവള് പറഞ്ഞു, യജമാനനെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ നായ്ക്കുട്ടികൾ ഭക്ഷിക്കുന്നു. അവിടെയാണ് നിങ്ങൾക്കറിയാമോ, നമുക്കെല്ലാം വാതിൽ തുറന്നു കിട്ടുന്ന അങ്ങനാണ്. യഹൂദനല്ലാത്ത സ്വന്തം ജനമല്ലാത്തവരെല്ലാം ജാതികളായിരുന്നു. പക്ഷെ നമ്മളെയും ആ സ്വന്തം ജനത്തിന്റെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ പത്രോസിനെ വിളിച്ച് സുവിശേഷം കേൾക്കുമ്പോൾ പത്രോസ് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. ആ 34 വായിച്ച, അപ്പോൾ പത്രോസ് വായി തുറഞ്ഞു പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി അറിയുന്നു. അപ്പൊ കർത്താവിന്റെ കൂടെ നടന്നിട്ടും അവൻ വെളിപ്പെടാത്ത ഒരു സത്യം അവർക്ക് ഒത്തിരി പ്രാവശ്യം വെളിപ്പെടുത്തിയ. കാരണം ശമരിയക്കാർ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു. കാരണം യഹൂദനും ശമരിയക്കാരും തമ്മിൽ ബന്ധമില്ല. പക്ഷെ വേർപാടിന്റെ നടിച്ചുവരുകളെ തകർക്കാനാണ് കർത്താവ് വന്നത്. ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സത്യവചനം, സത്യസുവിശേഷം ദേശത്ത് ശോഭിക്കാതിരിക്കാൻ അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് ഇരുവായത്തുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം ഈ ഗ്രാമത്തിൽ അധികാരത്തോടെ പായുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കരുത്, പ്രതികരിച്ചുകൊണ്ടിരിക്കണം. വെറുതെ ഒരു കഥ ഞാൻ പറയുവല്ല, പരിശുദ്ധാത്മാവാണ് ഇത് വെളിപ്പെടുത്തി തരുന്ന. ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി വീശു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റീമയായ വെളിപ്പാട് ദൈവം തരും. രാമൻ പറഞ്ഞ്, നമ്മൾ ഒരിക്കലും ധ്യാനിക്കാത്ത റീമയായ വെളിപ്പാട് വരും. ആ വെളിപ്പാടെ കയറി പിടിച്ചോണം, അവിടെ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ ചർച്ചിലൊക്കെ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്നേരം ദൈവം അടർത്തി തരുന്ന പോലെ ഒരു വെളിപ്പാട് തരും. അതിൽ ആരെങ്കിലും ഏറ്റെടുത്താൽ അതിനധികം സമയം വരത്തില്ല. ചില മിനിറ്റുകൾക്കകം തന്നെ ചില മറുപടികൾക്ക് ചില റീമയായി അത് ക്ഷണത്തിൽ തന്നെ വെളിപ്പെട്ട് വരും. ഏറ്റെടുത്താട്ടെ. ആ വചനം ഇസ്രായേൽ അവിടെ എഴുതിയിരിക്കുന്നത് ഗലീലയിൽ തുടങ്ങി യോഹന്നാന്റെ സ്നാനത്തോടു കൂടിയാണ് കർത്താവ് ശുശ്രൂഷയ്ക്ക് വെളിപ്പെട്ട് വരുന്നത്. ദൈവത്തെ സ്തുതിച്ചാട്ട്. അതുവരെ പാരമ്പര്യങ്ങളും അതുവരെ ന്യായപ്രമാണവും പറഞ്ഞ ജനത്തിന്റെ നടുവിൽ ആമേൻ പരിശുദ്ധാത്മ ശക്തിയോട് ഒരാൾ സുവിശേഷവുമായി വരികയാണ്. അതിലും അധികാരത്തോടാണ് ഇന്ന് ദൈവം സഭയെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരിക്കൽ കർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ അവര് പറഞ്ഞു, ശ്രദ്ധിച്ചേ, അവരൊരിക്കൽ കർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ അവര് പറഞ്ഞു, ദേ ഇങ്ങനെ യവനന്മാര് വന്നിരിക്കുന്നു, നിന്നെ കാണാൻ ഒത്തിരി പേര് വന്നിരിക്കുന്നു. പക്ഷെ കർത്താവ് പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ ഫലം കായ്ക്കത്തില്ല. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തതുകൊണ്ട് ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുമ്പോഴും ലോകത്തിന്റെ 1000 സ്ഥലങ്ങളിലല്ല ഈ വചനം പ്രസംഗിക്കുന്ന. കാരണം ഞാൻ പറയാം, ഇന്ന് അധികാരം കൊടുത്തിരിക്കുന്ന സഭയ്ക്കാണ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്ന് ഇസ്രായേലിൽ മാത്രം ഒതുങ്ങി നിന്ന വചനം ഭൂമിയുടെ അറ്റത്തോളം ഇന്ന് പറയുമ്പോൾ, അതുകൊണ്ട് വചനം പറയുന്ന, അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് വിടുവിച്ചു. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് വിടുവിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ, എന്തിനാ ദൈവപുത്രൻ അങ്ങനെ ഒരു പദപ്രയോഗം എന്തിനാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്? നസ്രാനെ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും, ദൈവത്തെ സ്തുതിച്ച്, അവൻ ദൈവപുത്രനല്ലായിരുന്നോ? ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി. എന്നാൽ അവൻ 100% മനുഷ്യനും 100% ദൈവവുമായിരുന്നു. ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഇന്ന് യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ വിളിച്ചു പറയാം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ പാർത്തു. പത്രോസ് എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാല്, യേശുവിനെ ഈ ഭൂമിയിൽ അഭിഷേകം ചെയ്ത് അയച്ചത്. ദൈവത്തെ സ്തുതിച്ച്. അങ്ങനെയാണ് ഞാൻ ഇന്നൊരു നടുവിൽ നിൽക്കുമ്പോൾ ഞാൻ പറയും, എന്നെ ദൈവം അഭിഷേകം ചെയ്താണ് അയച്ചിരിക്കുന്നത്.
ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര കുടിയിരിപ്പ് ശക്തികളുണ്ടെങ്കിലും, എത്ര വെല്ലുവിളികളുണ്ടെങ്കിലും, എത്ര അധികാരങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ ജയിക്കുന്ന ഏറ്റെടുത്താണ്ട് ദൈവമക്കൾ അതിനെയൊക്കെ ജയിക്കുന്ന ഒരു അഭിഷേകം തന്നാണ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ അതുമായി കണക്ട് ചെയ്തൊരു വെളിപ്പാട് പറയാം. ആമേൻ. ദാവീദ് ഇടയച്ചെറുക്കനാണ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. പക്ഷെ ഗോലിയാത്തിന്റെ മുമ്പിൽ ഇവൻ എന്റെ മുമ്പിൽ വീഴുമെന്ന് ദാവീദ് പറഞ്ഞത് ദാവീദിന്റെ ബലമല്ല. ഒരാമേ പറഞ്ഞേ, അവന്റെ മേൽ പകർന്ന അഭിഷേക തൈലമാണ്. അങ്ങനെയാണെങ്കിൽ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, പഴയ നിയമത്തിൽ അവരുടെ തലയിൽ വീണതല്ല, പുതിയ നിയമത്തിൽ നിന്റെ മേലും എന്റെ മേൽ വീണ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തത് കൊണ്ട്, അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പുതിയ നിയമത്തിലെ അഭിഷേകം സാത്താനെ ഓരോ പ്രാവശ്യവും ദൈവമക്കളെ ശ്രദ്ധിച്ച്, ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടു, നീ നിന്റെ ഭവനത്തിൽ നീ അഭിഷേകം ചെയ്യപ്പെട്ടെന്ന് പറയുമ്പോൾ നീ ഒരു സ്റ്റോറി വിളിച്ചു പറയുകയാണ്. പിശാചിന്റെ തലയെ തകർത്ത് ജയമെടുത്തെന്നാ പറയുന്നത്. ദൈവത്തെ ശ്രദ്ധിച്ചോട്ടെ. എനിക്കറിയത്തില്ല എത്ര ഇവിടൊക്കെ ഉണ്ടോ. നിങ്ങൾ എല്ലാവരും ആമേൻ പറഞ്ഞ് ഇവിടെ എല്ലാവരും ഉള്ളൊരു സ്തോത്രം ചെയ്ത് ഞാൻ പറയാം, നീ എപ്പോഴൊക്കെ കർത്താവ് എന്നെ സഹായിക്കണമെന്നല്ല. ഐ ആം അനോയിന്റഡ്, ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടെന്ന് നീ പറയുമ്പോൾ ഒരു ചരിത്രം വിളിച്ചു പറയുകയാണ്. കാരണം കാൽവറി ക്രൂശിൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. രണ്ട് കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് ചലിക്ക്. ഞാൻ എപ്പോഴും പറയാം, എല്ലാവർക്കും ആരാധിക്കാൻ കഴിയത്തില്ല കേട്ടോ, എല്ലാവർക്കും വായി തുറക്കാൻ കഴിയത്തില്ല, എല്ലാവർക്കും കരമടിക്കാൻ കഴിയത്തില്ല. ഇന്ന് ആത്മ നിറവുള്ളവർ ദൈവത്തെ സ്തുതിച്ചോട്ടെ. നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. അപ്പൊ നസ്രാന യേശുവിനെ, ഞാൻ അല്പം മുമ്പോട്ട് എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ രാമേ പറഞ്ഞു, നസ്രാന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും. ഞാൻ ഒരു കാഴ്ച ആത്മാവിൽ കാണുകയാണ്. ഞാൻ ഇന്ന് മണിക്കൂറുകൾ ടങ്സിൽ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് യോശുവയുടെ ഒരു ഭാഗം എന്നോട് പറഞ്ഞു. യോശുവ ചോദിക്കുന്നുണ്ട്, നീ ആരാ? ഞങ്ങളുടെ പക്ഷമാണോ ശത്രുപക്ഷമാണോ? ദൂതൻ പറഞ്ഞില്ല യോശുവയുടെ പക്ഷമാണെന്നും പറഞ്ഞില്ല, ശത്രുവിന്റെ പക്ഷമാണെന്നും പറഞ്ഞില്ല. യഹോവയുടെ പക്ഷക്കാരനായി നോക്കുമ്പോ ഇതൊരു ഗ്രാമമാ. ചിലപ്പോ നമ്മൾ കുറച്ചുപേരെ കാണത്തുള്ളൂ, പ്രതികൂലങ്ങളുടെ നടുവില, പക്ഷെ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൂതന്മാർ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. രണ്ട് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. മിന്നുന്ന വാളുമായി എനിക്കറിയാം, ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ചുറ്റും ദൂതസഞ്ചനമുണ്ട്. നിന്റെ ഭവനത്തിൽ ദൂതന്മാരുണ്ട്. ഏറ്റെടുത്തു. നീ ഇറങ്ങി പുറപ്പെട്ട ഭവനത്തിൽ ദൈവത്തിന്റെ കാവലുണ്ട്. തുറക്കട്ടെ. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് എന്താണെന്നറിയോ? നന്മ ചെയ്ത് ദൈവത്തെ സ്തുതിച്ച്, കരങ്ങൾ വീശി ദൈവത്തെ സ്തുതിച്ച്, നന്മ ചെയ്തുകൊണ്ട്. പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്യുന്ന എന്തിനാ? യേശു പറഞ്ഞു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ദൈവത്തെ സ്തുതിച്ച്. കർത്താവ് വേറെ ഒന്നും പറഞ്ഞില്ല. എന്റെ മേൽ ആത്മാവ് വന്ന് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാനല്ല. എന്റെ മേൽ ആത്മാവ് വന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു പോകാനല്ല. എന്റെ മേൽ ആത്മാവ് വന്നത് ആമ്പേൻ ബന്ധനങ്ങളെ അഴിപ്പാൻ, കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, ബന്ധനസ്ഥരെ വിടുവിക്കാൻ, കുണ്ടറയിൽ കിടക്കുന്ന ചിലരെ പുറത്തു കൊണ്ടുവരാൻ. ദൈവത്തെ സ്തുതിച്ച് ഞാൻ പറയട്ടെ, ഞാനൊരു ദൂത് തരട്ടെ. സന്തോഷമുണ്ട് എല്ലാവർക്കും. നിങ്ങൾ പല ആവർത്തി പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ സഹോദരങ്ങൾ ഈ കൃപ വന്നിട്ടില്ല. അങ്ങനെ കരം കാണിച്ചേ. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇന്ന് പിടിച്ചു വെച്ചിരിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഇറങ്ങിയ ഈ വെളിപ്പാടിലേക്ക്, ഈ വെളിച്ചത്തിലേക്ക് നിന്റെ കുടുംബത്തിൽ നിന്നോ നിന്റെ ഭവനത്തിൽ നിന്നോ ഇതുവരെ ആരും വന്നിട്ടില്ലെങ്കിൽ റീമാറ്റ് ഏറ്റെടുത്ത് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക, അവരെ കാരാഗ്രഹത്തിൽ ദൈവത്തെ സ്തുതിച്ച് അവരെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം